സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവരാജ്യം നിങ്ങളിലാണ്, നിങ്ങളുടെ ഇടയിലാണ്. ഈശോയുടെ രാജ്യം ഭൗമികമല്ല, ഐഹികമല്ല എന്ന് ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ രാജാവായി വാഴുന്നവനാണ്, ആർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പോലെ. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഹൃദയം എങ്ങനെയാണ് കാണിക്കുക, എൻ്റെ ഹൃദയം തുറന്ന് കാണിക്കാമായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ തുറന്ന് കാണിക്കുമായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായി, നാഥനായി, നമ്മുടെ ഉള്ളിൽ ആത്മാവായി, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വാഴുന്ന രാജാവാണ് അവിടുന്ന്. ഇപ്പോൾ ആ രാജ്യത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. കാരണം നമ്മുടെ ആത്മാവ് മാത്രമാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ഈ ശരീരവും മനസ്സും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം ഇവിടെ തീരുന്നതാണ്. നമ്മുടെ ആത്മാവാണ് അമർത്യത ദൈവത്തിൻ്റെതായി നമുക്ക് ദൈവം തന്നത്. ബാക്കിയെല്ലാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്നൊക്കെ ഇൻഹെറിറ്റ് ചെയ്താണ് നമ്മളായിരിക്കുന്ന. ബാക്കിയെല്ലാം നമ്മുടെ സ്വഭാവങ്ങളും നമ്മളെ കാണുമ്പോഴും നമ്മുടെ സ്വരവും നമ്മളുടെ പ്രവൃത്തികളൊക്കെ നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ ഒക്കെ പോലെയാണ് ഇരിക്കുക. എന്നാൽ ദൈവത്തിൻ്റേത് മാത്രമായി നമ്മളിലുള്ളത് നമ്മുടെ ആത്മാവാണ്. പലപ്പോഴും ചിന്തിച്ചതാണത്. അമ്മയുടെ ഉദരത്തിൽ, സഭാപ്രസംഗം 11 5-ാമത്തെ വചനം എപ്പോഴും ചിന്തിക്കുന്നതല്ലേ, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറയുന്നത് എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല. ഇതുപോലെയാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും ആരും ഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പം നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ ദൈവം ചെയ്ത പ്രവൃത്തി ഇതാണ്. കളിമണ്ണ് കൊണ്ട് ആദത്തെ, ഉൽപ്പത്തി 2-ാമത്തെ വചനം വായിക്കുന്നുണ്ട്, കളിമണ്ണ് കൊണ്ട് ആദത്തെ മെനഞ്ഞെടുത്തിട്ട് ജീവനില്ലാതെ ഒരു സ്റ്റാച്യു പോലെ കിടന്നിരുന്ന ആദത്തിന്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ദൈവം നിവേശിപ്പിച്ചപ്പോൾ ആദം കണ്ണു തുറന്നു, ആദം ജീവനുള്ളവനായി തീർന്നു. പലപ്പോഴും ചിന്തിച്ചാൽ ഇത് തന്നെയാണ്. അമ്മയുടെ ഗർഭത്തിൽ, ഗർഭപാത്രത്തിൽ നമ്മളൊരു ഭ്രൂണമായി ഡെവലപ്പ് ചെയ്യുന്ന ആദ്യ നിമിഷം ജീവനുണ്ടായത്, അത് വളരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്, ഓർഗൻസ് ഉണ്ടാകാൻ തുടങ്ങിയത്, അതിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ശ്വാസം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം ദൈവം നിറച്ചപ്പോഴാണ്. നമ്മൾ എത്രയോ നന്ദി പറയണം, എൻ്റെ ദൈവമേ, നീയാണ് എനിക്ക് ജന്മം നൽകിയത്. മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. നമ്മളുടെ മക്കളോ നമ്മുടെ കൊച്ചുമക്കളോ ഒക്കെ ദൈവം ജീവൻ നൽകിയവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അബോർഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ ഇല്ലാതാക്കുന്നൊരു പ്രവൃത്തിയാണ്. ഒരു മാനുഷികമായിട്ടുള്ളൊരു കാര്യത്തിന് ചെയ്യാവുന്നതല്ല. ഒരു സ്ത്രീക്കോ പുരുഷനോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും അതിന് അധികാരമില്ല. കാരണം ദൈവമാണ് ജീവൻ ആരംഭിച്ചത്. ദൈവത്തിന്റെ ചൈതന്യം ഒരു ഭ്രൂണത്തിലേക്ക് മനുഷ്യക്കുഞ്ഞ് ജനിക്കണമെങ്കിൽ ദൈവം നിശ്ചയിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ സ്നേഹമാണ് ഒരു കുഞ്ഞ്. നമ്മൾ ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ചൈതന്യമാണ് നമുക്ക് ജീവൻ തുടിക്കുവാനായി ആരംഭമായി. ദൈവത്തിന്റെ ആ ചൈതന്യം നമ്മളിന്ന് നമ്മുടെ ആത്മാവ്, ശരീരവും മനസ്സും ആത്മാവും, നമ്മുടെ ആത്മാവ് അത് ദൈവത്തിൻ്റെതാണ്. ഇപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചെന്ന, കാരണം ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ഈ ശരീരം അല്ലേ,
നമ്മൾ ശവമായി മാറും. ശവപ്പെട്ടിയിൽ നമ്മളെ അടക്കും, മണ്ണിൽ നമ്മൾ പുഴുവായി തീരും. ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതുകൊണ്ടൊന്നും ഈ ലോകത്തുള്ള ഒന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ആത്മാവിന്, അതാണ് ഈശോ പറഞ്ഞത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാവുന്നത് നമ്മുടെ ആത്മാവിനോട് നല്ല പ്രവൃത്തികളാണ്, സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവവചനം യോഹന്നാൻ ശ്രീയ എഴുതി വെച്ചിരിക്കുന്ന യോഹന്നാന്റെ ലേഖനത്തില് 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 8-ാമത്തെയും 16-ാമത്തെ ഒറ്റ വാക്കിലാണ്, ദൈവം സ്നേഹമാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലേ ദൈവത്തിന് നമ്മുടെ ഒപ്പമായിരിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാമല്ലേ, നമ്മൾ ശ്വസിക്കുന്നവരാണ്. ശുദ്ധമായി ഇല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും, നമ്മൾ മരിച്ചും പോകും. അപ്പം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ശ്വാസം മുട്ടാൻ, നമുക്ക് ശുദ്ധമായി കിട്ടാനായിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇപ്പം ആയിരിക്കുന്ന മുറിക്കകത്ത് എന്തെങ്കിലും ഒരു ദുർഗന്ധമോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മണമോ ഒക്കെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് ഓടും, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. വീട്ടിലുള്ള ഒന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, നമ്മുടെ ജീവൻ എങ്ങനെ രക്ഷിക്കണം. അപ്പം ദൈവം നമ്മളുടെ ആത്മാവിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ശ്വസിക്കേണ്ടത്, നമ്മുടെ ആത്മാവിന് ജീവൻ, ശ്വാസം, ഭക്ഷണം ഒക്കെ ലഭിക്കുന്നത് സ്നേഹ അന്തരീക്ഷത്തിലാണ്. അല്ലെ, ഒരു കുഞ്ഞു അമ്മയുടെ ഗർഭത്തിൽ അമ്നിയോണിക് ഫ്ലൂയിഡ് അല്ലെ എന്ന് പറയുന്ന മെഡിക്കലി, എനിക്ക് അറിയത്തില്ല എൻ്റെ വാക്ക് പൂർണ്ണമായിട്ടും, അതിനുള്ളിലാണ് കുഞ്ഞ് വളർന്നു വരിക. അതുപോലെയാണ് ദൈവത്തിന് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിലും ചിന്തകളിലുള്ള സ്നേഹത്തിലാണ് ദൈവത്തിനായിരിക്കാൻ പറ്റുക. ദൈവം സ്നേഹമാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ മത്സ്യം വെള്ളത്തിലാണ്. വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ മത്സ്യം ചത്തുപോകും. വെള്ളത്തിലാണ് മത്സ്യം ജീവിക്കുക. ദൈവം സ്നേഹത്തിലാണ് ജീവിക്കുക. നമ്മുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ജീവൻ പലപ്പോഴും നഷ്ടപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ദൈവം പോലും നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കണം. മീൻ വെള്ളത്തിലേ കിടക്കുകയുള്ളൂ, ദൈവം സ്നേഹമുള്ളിടത്തേ ആയിരിക്കത്തുള്ളൂ. ഈ ലൂക്ക 10-ാമത്തെ അധ്യായത്തിൽ 72 ശിഷ്യന്മാരെ 72 പേരെ അയക്കുന്ന സംഭവം നമുക്കറിയാം. ഈശോ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു നാമത്തിൽ നിങ്ങൾ പോവുക, എല്ലാവരോടും പോയി പറയുക ദൈവവചനം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക. നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. ഈശോ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്, സമാധാനപുത്രൻ, സമാധാന ഹൃദയത്തിൽ സമാധാനമുള്ളവൻ, അല്ലെങ്കിൽ സ്നേഹമുള്ളവൻ, നന്മയുള്ളവൻ ആരെങ്കിലും ഉള്ളവളോ ആരെങ്കിലും ആ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം, അല്ലെങ്കിൽ നിങ്ങളിലൂടെ ലഭിക്കുന്ന ആ പരിശുദ്ധാത്മ സാന്നിധ്യം അവരുടെ ഉള്ളിൽ പോയി വസിക്കും, കുടികൊള്ളും. സമാധാനമുള്ള ആരും ആ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ ആശംസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ആ പരിശുദ്ധാത്മാവ്, സമാധാനം നിങ്ങളിലേക്ക് തിരികെ പോരും. എന്നോർത്ത് നോക്കി, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല ഒരുക്കത്തിൽ, പ്രത്യേകിച്ചും അനുരഞ്ജിതരായി തീർന്നിടാമെന്നൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നവരാണ്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹം, ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിലാണെങ്കിൽ നമ്മൾ സമാധാനത്തിലാണ്. കുർബാനയ്ക്കിടയിൽ സമാധാനം നിങ്ങളോടുകൂടെ, നമ്മൾ പറയാം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അപ്പം നമ്മളുടെ ആത്മാവോടുകൂടെ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആത്മാവിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. കാരണം ദൈവം നിങ്ങളുടെ ആത്മാവിലേക്ക് വരികയാണ്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പുരോഹിതൻ നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും സമാധാനം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം എന്താ, നമ്മൾ പറയുകയാണ് ഈശോ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ സമാധാനം ഇല്ലെങ്കിൽ അവന് നിങ്ങളുടെ ഉള്ളിലായിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ദുർഗന്ധമാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുറിക്കുള്ളിൽ ദുർഗന്ധം നിറയുകയാണെങ്കിൽ നമ്മൾ അവിടെ വസിക്കാൻ പറ്റാത്തതുപോലെ, നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ അവിടെ ദുർഗന്ധമാണ്, പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സമാധാനം ആശംസിക്കണം. സമാധാനം ഉള്ളിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് നിന്റെ സമാധാനം നിറയും. ആരുമില്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരികെ പോരും. ഇത് ആത്മാവാണ്, ആത്മാവിൻ്റെ മേഖലയാണ്.
ഈശോ അശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ അശുദ്ധി നിറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അശുദ്ധാത്മാവ് വസിക്കുന്നത് ഇങ്ങനെ പണ്ടൊക്കെ കേട്ടിട്ടുള്ള പോലെ ഇങ്ങനെ പാലമരത്തിലോ അങ്ങനെ മരത്തിലൊന്നുമല്ല യക്ഷിയായിട്ടൊക്കെ വസിക്കുന്നതൊക്കെ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇല്ല, ഈ ഭൂമിയിൽ അശുദ്ധാത്മാവും പരിശുദ്ധാത്മാവും വസിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. നമ്മളറിയണം, ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ ഉള്ളത്തെ പാപത്തിന്റെ അടിമയാക്കി സ്വാധീനിച്ചുകൊണ്ട് അനേക ദുഷ്ടാരൂപികൾ ഇന്ന് ലോകത്തിൽ മനുഷ്യ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. ഈശോ വളരെ വ്യക്തമായിട്ട് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സുവിശേഷത്തില്. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഈശോ പലപ്പോഴും, പ്രത്യേകിച്ച് മത്തായി 12 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി. അശുദ്ധാത്മാവിന് പോലും അശുദ്ധിയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തുപോയി കഴിയുമ്പോൾ ആ അശുദ്ധാത്മാവിന് ആശ്വാസമില്ല. ആ അശുദ്ധാത്മാവ് പറയാണ്, ഞാൻ തിരികെ പോരും. അശുദ്ധിയുള്ള മനുഷ്യന്റെ ഉള്ളിൽ കയറിയാൽ അവിടെ അശുദ്ധി നിറച്ചുകൊണ്ട് ഈശോ പറയാണ്, അവിടെ ആ മനുഷ്യൻ ഒരുപക്ഷെ വചനം കേട്ട് വിശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് അവിടെ ആ അശുദ്ധാത്മാവിന് ഇരിക്കാൻ പറ്റാതായി. അങ്ങനെയാണ് അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നത്. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ വേണ്ടി ഒരുങ്ങി ദുഷ്ടാരൂപി അവിടുന്ന് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ആ അശുദ്ധാത്മാവിന് ആശ്വാസമില്ല, അലഞ്ഞു നടക്കുകയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞെന്താ, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ മത്തായി 12:43 വചനങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ അവസ്ഥകളാണ്. അശുദ്ധാത്മാവ് പറയും, നമ്മൾ കണ്ണുകൊണ്ടൊന്നും കാണാത്ത കാര്യങ്ങളാണിത്. അശുദ്ധാത്മാവ് പറയും, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ശൂന്യമായി കിടക്കുന്ന ഒരു ഉള്ളമായിരുന്നു എപ്പോഴും അത് പുറപ്പെട്ടിയെന്ന് നോക്കിയാൽ. ഇപ്പം അശുദ്ധാത്മാവിന് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്. നോക്കി, ആത്മാവാണ്, അരൂപിയാണ്, ബാലാകയായിരുന്നു പണ്ട്. ഈ അശുദ്ധാത്മാവ് പറയാണ്, ഇപ്പോൾ ഇനി ഈ പാർട്ടി എവിടെയെങ്കിലും പോയി ധ്യാനം കൂടും, എവിടെയെങ്കിലും പോയി വചനം കേൾക്കും, കർത്താവിന് മുമ്പിൽ ജീവിതം അടിയറ വയ്ക്കും. അതുകൊണ്ട് മുൻകൂട്ടി ഒരു കരുതൽ പോലെ ഈ അശുദ്ധാത്മാവ് പുറപ്പെട്ടു ചെയ്യുന്ന തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് 7 വന്ന് ഈ മനുഷ്യന്റെ ഉള്ളിൽ കയറുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ഈശോ പറഞ്ഞത്? അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ഇതായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്തിലും ഈ കാണുന്ന തിന്മകളൊക്കെ പ്രവർത്തിക്കുന്ന ആരാ? പൗലോസ് റോമർ 7 പറഞ്ഞതുപോലെ, നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാതെ തിന്മ ഞാൻ ചെയ്തു പോകുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപം അത്രയും. പാപം എന്ന് പറഞ്ഞൊരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തിന്മയെക്കുറിച്ചാണ് അവിടെ പറയുക. നമ്മുടെ ഉള്ളിൽ ദുഷ്ടാരൂപികൾ കുടികൊള്ളും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം അവിടെയാണ് നമ്മുടെ ഉള്ളം സ്നേഹത്താൽ നിറയ്ക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ 2 കാര്യം. അതായത് അശുദ്ധാത്മ സാത്താന് ഇല്ലാത്ത സഹിക്കാൻ പറ്റാത്ത സ്നേഹവും ക്ഷമയും സഹനവും, ഈ 3 കാര്യങ്ങൾ സാത്താന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവിടെ ശ്വാസം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് ഉള്ളിൽ സ്നേഹവും ക്ഷമയും സഹനശക്തിയും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ സംരക്ഷിതരാണ്, സുരക്ഷിതരാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ദുരാത്മാവും കയറില്ല. ഇതിങ്ങനെയാണ് യേശുവിൻ്റെ ഉള്ളിലേക്ക് നോക്കി. യേശുവിൻ്റെ ഉള്ളം പൂർണ്ണമായും പരിശുദ്ധാത്മാ നിറവായിരുന്നു. കാരണം എന്താ? സ്നേഹമാണ്, കരുണയാണ്, നന്മയാണ്. ഇന്ന് ആഗോള സഭയിൽ ഉള്ള വാചനത്തിലൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഷിക്കാഗോയിൽ നിന്നും മേരി ജേക്കബ് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ, ഇന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി ആരംഭിച്ചപ്പോൾ സങ്കീർത്തനം 145 നമ്മൾ ഓർപ്പിച്ചത്. പൂർണ്ണമായിട്ടും പറയാണ് ദാവീദ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ഹൃദയമാണെങ്കിൽ ദൈവം എപ്പോഴും വസിക്കും നമ്മുടെ ആത്മാവിൽ. അതാണ് ദൈവരാജ്യം. ദൈവം ആത്മാവായി, അല്ലേ? ത്രിത്വിക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആദ്യം ത്രിത്വിക ദൈവം ആദ്യം അയക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. ആദ്യം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവാണ്.
മാമോദീസായിലൂടെ പന്തക്കുസ്താ നാളിലൊക്കെ നമ്മൾ ചിന്തിച്ചു, തീജ്വാലയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു എന്നാണ്. ഇപ്പൊ നമുക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നു, ഓരോ കുദാശകളും ലഭിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് നമ്മെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരിക. ഇന്നലെ ചിന്തിച്ചു, ദൈവത്തെ അളക്കാനായി, ദൈവത്തെ തെളിയിക്കാനായി ശാസ്ത്രീയപരമായിട്ട് ഈ ലോകത്തിൽ ഒരു ഉപകരണങ്ങളുമില്ല. ദൈവത്തെ അറിയാനായി, ദൈവത്തിന്റെ സാന്നിധ്യം അറിയാനായി പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പിടികിട്ടും, ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു, ദൈവം എൻ്റെ പിതാവാണ്. പൗലോസ്ലീഹ റോമർ 8-ാമത്തെ അധ്യായത്തിൽ 14 പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ആത്മാ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിനെയാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താ, യേശു എങ്ങനെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചോ, അല്ലെ യേശു എങ്ങനെ പിതാവിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, അതുപോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ആത്മാവിനെ തന്നെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിന്റെ ഉള്ളിലുള്ള അതേ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നൽകിയത്. നമ്മുടെ ആ ഒരു ആത്മാവിൽ വളർന്നു വരുമ്പോഴാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ, നമ്മുടേത് മൊത്തത്തില് എൻ്റേത് മാത്രമല്ല, ലോകം മുഴുവനുള്ള സകല മനുഷ്യരുടെയും പിതാവാണ് അവിടുന്ന് എന്നുള്ള അറിവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നിതില്ലാത്തത് ഇന്നലെ ചിന്തിച്ചു, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വലിയ അപകടമാണെന്ന്. കാരണം ദുഷ്ടാരൂപി അവിടെ കുടികയറും, നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഹൃദയം തുറന്ന് നമ്മൾ പണ്ടൊക്കെ ഇല്ലേ, സ്വർഗസ്വനായ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോവാണ്, ഒന്നുമില്ല, സ്വർഗത്തിലുള്ള പിതാവുമല്ലോ യാതൊരു ബന്ധവുമില്ല, അതങ്ങനെ പ്രാർത്ഥന ചൊല്ലി തീർക്കുകയാണ്, ഹൃദയത്തിൽ തൊടുന്നയില്ല. ഞാൻ പറയാണ്ട് പലപ്പോഴും നമ്മളുടെ അല്ലെ കുഞ്ഞുങ്ങൾ നമ്മളെ ഒന്ന് മമ്മി ഡാഡി എന്ന് വിളിക്കുമ്പോൾ അവർ ഉള്ളിൽ തട്ടിയാ വിളിക്കുന്നേ. ആ വിളി കേൾക്കുമ്പോൾ നമുക്കറിയാം, ആ വിളി കേൾക്കുമ്പോൾ നമ്മള് ഓടിച്ചെന്നവരെ എടുക്കും. എന്താ മക്കളെ, ആ വിളിയിൽ ഒരു സ്നേഹമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ വിളി. കുഞ്ഞുങ്ങളെ പോലെ ആകുക എന്ന് ഈശോ പറഞ്ഞതാണ്. ദൈവമക്കളായി ദൈവത്തെ അബ്ബാ ഈശോയേ എന്ന് വിളിക്കാനായി നമുക്ക് സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് മൂലം മാത്രമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഈ ആത്മാവാണ് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മളെ ബോധ്യം നൽകുന്നതും, ഈ ആത്മാവാണ് നമ്മളെ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പൗലോസ് എഴുതിയ ലേഖനം കൊരിന്ത്യക്കാർക്ക് 1 കൊരിന്ത്യസ് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് പറയാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധിക്കില്ല. യേശുവാണ് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തത് എന്ന് പറയാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. ഇപ്പം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവം വസിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുക. നമ്മൾ പറഞ്ഞില്ല 3 കാര്യങ്ങള്. സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒന്നാമത്തേതാണ് സ്നേഹം. നമ്മൾ ഈ ഭൂമിയിൽ സ്നേഹമില്ലാതെ എല്ലാവരും നമ്മൾ അങ്ങനെ വേദനിച്ച് ദുഃഖിച്ച് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ കഴിയാതെ കിടന്ന് നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ അനേകരോട് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ ആയി ഒരു സന്തോഷവും എപ്പോഴും ഇങ്ങനെ പരാതിയാണ്. എല്ലാ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ, എല്ലാത്തിനും പരാതിയാണ്. കാരണം എന്താ, അവർക്ക് അവരുടെ സ്വഭാവേനയുള്ള ഈ ഗലാത്യർ 5:19 ജഡത്തിന്റെ വ്യാപാരങ്ങളാണ് അവരെ നയിക്കുക. അല്ലെ ദുഷ്ടാരൂപിയുടെ സ്വഭാവമാണ്, ദുഷ്ടാരൂപിയുടെ ഫലങ്ങളാണ് അവരോട് പുറപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ചിന്തിച്ച മുള്ളുകൾ പുറപ്പെടുവിക്കുന്ന, മുള്ളുള്ള ചെടിയുടെ അടുത്തും ചെല്ലാൻ പറ്റില്ല, മുള്ളു കൊള്ളും, നമ്മൾ ഭയമാണ്. ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, മാറി നിന്ന് കഴിഞ്ഞു, അവിടെ അടുത്ത് എല്ലാതിരിക്കാൻ നല്ലതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ കാരണം ഇതാണ്, അവരിൽ നിന്ന് പുറപ്പെടുന്നത് ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതാണ്, നമ്മുടെ ദൈവരാജ്യത്തിലാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് അത് 24/7 365 days നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥന ഇരിക്കുമ്പോഴോ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴോ മാത്രമല്ല, എപ്പോഴും ഉറക്കത്തിലും നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ അറിയണം, ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം.
പരിശുദ്ധാത്മാവെ നന്ദി പറയണം അല്ലേ? നമ്മളെപ്പോഴും അതുകൊണ്ടാണല്ലോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ തലയിലും നെഞ്ചിലും ഈ രണ്ട് തോളിലും ഒക്കെ തൊട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തുക, നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഗോള സഭയിലെ വായനയുടെ ഒന്നാമത്തെ വായന ഏശയ്യായുടെ പുസ്തകത്തിലാണ്, 26 വിജയഗീതം. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. ഇത് കല്ലും മണ്ണും കൊണ്ടുള്ള കോട്ടകളൊന്നുമല്ല. നമ്മളെ സംരക്ഷിക്കാൻ ദൂതന്മാർ അണിനിരന്നിരിക്കുന്ന ഒരു കോട്ടയുണ്ട്. ദൈവിക സംരക്ഷണത്തിന്റെ ഒരു കോട്ടയുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവന് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ ഉള്ളിലുള്ളപ്പോൾ ദൈവദൂതന്മാര് ദൈവത്തിന് സേവ ചെയ്യുന്നവരാണ്. മനുഷ്യർക്കല്ല. മനുഷ്യർക്ക് ദൈവദൂതന്മാരുടെ സംരക്ഷണമൊന്നുമില്ല. പേര് തന്നെ ദൈവദൂതന്മാരെന്നാണ്. അതല്ലേ ആണ് ഭൂമിയിൽ പണ്ട് പറയാറുണ്ട്, ഈ ലൂസിഫർ പിശാചായതിൻ്റെ കാരണം ഇതാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാനായിട്ടുള്ള ദൈവ തീരുമാനത്തിൽ ദൂതന്മാരോട് പറഞ്ഞ് എല്ലാവരും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം, എല്ലാ നാവുകളും അവനെ ഏറ്റുപറയണം, എല്ലാ മുഴങ്കാലുകളും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുമുള്ള സകല മുട്ടുകളും യേശുവിന് മുമ്പിൽ മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ലൂസിഫറിന് അത് പിടിച്ചില്ല. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കണമോ? മനുഷ്യനായി തീരാൻ പോകുന്ന ഈ ചാണകക്കുടിയിൽ ജനിച്ചിട്ട് ഭൂമിയിൽ അലഞ്ഞു കിടക്കാൻ പോകുന്ന ഇവന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തണമോ എന്ന് അറിയാതെ അവന്റെ ഉള്ളിലൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ. അങ്ങനെ ദൈവം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്പം താഴ്ന്നവരാണ് മാലാഖമാരേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മൾ രൂപമുള്ളവർ അരൂപികളാണ്. പക്ഷെ നമ്മൾ മക്കളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മാലായോട് നീ എൻ്റെ മകനാണ് മകളാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നമ്മളെയാണ് മക്കളെ എന്ന് ദൈവം വിളിക്കുന്നത്. ഇതൊന്നും പിശാചിനത്ര പിടിച്ചില്ല. അവിടെ തന്നെയാണ് അവനെ കൃപയിൽ നിന്നും സാത്താൻ ലൂസിഫർ ദൈവകൃപയിൽ നിന്നും വീണുപോയത്. യേശയ്യ 14 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സിംഹാസനത്തിന് മുകളിൽ കയറുമെന്നൊക്കെ പറഞ്ഞ ആ മനോഭാവത്തിൽ അവന് അവിടുന്ന് വലിച്ചെറിയപ്പെട്ടതാണ്. അവൻ തന്നെ സ്വയം വീണതാണ്. ഇനിയുള്ളവരെ, അപ്പോൾ വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ പറയാണ് നമ്മൾ അല്ലേ. ഈ സ്വർഗത്തിലേക്കുള്ള വാതില് ഈശോയുടെ തിരുഹൃദയമാണ്. ഈ ഭൂമിയിൽ ഈശോയുടെ തിരുഹൃദയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൊച്ചു ഗ്ലാഡിസുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ കിട്ടിയ ചില ബോധ്യങ്ങളൊക്കെ പറയായിരുന്നു. നമ്മൾ കാണുവാണ് അനേക മനുഷ്യര് ഈ ദീപികാരണത്തിലേക്ക് എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ അനേക ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയാണ്. ഈ ഭൂമിയിലെ സ്വർഗത്തിന്റെ കവാടമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് നമ്മളെ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കാഴ്ചവെക്കണം, നമ്മളെ സമർപ്പിക്കണം. ആ വിശുദ്ധ കുർബാന യേശുവിന്റെ ഉള്ളമാണ്, യേശുവിന്റെ ഹൃദയമാണ്. അതിലൂടെയാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അതാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത്. മരുഭൂമിയിൽ അവർക്ക് അന്ന് മരുഭൂമിയിലെ മന്ന കൊടുത്തതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണമായി സ്നേഹാരൂപിയായി കുദാശയായി മാറിയവൻ. നമ്മളത് അറിയണം അല്ലേ. പലപ്പോഴും പറയാം, നമ്മൾ ഈ കാഴ്ചവെക്കുന്ന സമയത്ത് അപ്പവും വീഞ്ഞും വെറും അപ്പവും വീഞ്ഞുമാണ്. യാതൊരു മൂല്യമില്ല. വെറും ചെളിയിൽ നിന്ന് വളം വലിച്ചെടുത്തുണ്ടാക്കിയ വളം കൊണ്ട് ഗോതമ്പ് ചെടി വളർന്നിട്ടുണ്ടായ ഗോതമ്പപ്പം പൊടിച്ചെടുത്തതാണ് ഈ ഗോതമ്പ് അപ്പം. അതുപോലെയാണ് വെറും എന്തെല്ലാം മാലിന്യമാണ് വളം നമ്മൾ ഈ മുന്തിരിച്ചെടി ചുവട്ടിലിട്ടത്. മൂക്ക് പൊത്താതെ അടുത്തില്ല മറ്റത് ഇല്ലേ, കോഴിക്കാഷ്ടമോ ചാണകമോ ഒക്കെയാണ് ഈ മുന്തിരിയുടെ ചുവട്ട്, അല്ലെങ്കിൽ അതിനേക്കാളും നാറ്റുമുള്ളതൊക്കെയാണ് വളമായിട്ട് ഈ മുന്തിരിച്ചെടി ചുവട്ടിലിട്ടിരിക്കുന്നത്. ആ വളം വലിച്ചെടുത്ത് മുന്തിരി വളർന്ന് അത് ഫലമുണ്ടാക്കി അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തുണ്ടാക്കിയതാണ് ഈ മുന്തിരിച്ചാറ്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തമായി മാറാൻ പോകും നമ്മൾ കാഴ്ചവെക്കുന്നത്.
നമ്മളുടെ പ്രതീകമാണത്. അതായത് നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് വലിച്ചെടുത്ത സകല മാലിന്യവും, സകല അശുദ്ധിയും, സകല പാപങ്ങളും, സകല രോഗങ്ങളും, സകല തകർച്ചകളുമാണ് നമ്മളുടെ അപ്പത്തോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കണം. Fruit of the word and work of the human hand, it will become our spiritual bread എന്ന് പറയുന്നത്. Fruit of the word and work of the human hand, it will, fruit of the wine and work of the human hand, അല്ലേ? മുന്തിരിയുടെ ഫലത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുണ്ടായ, നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടായ സകല മാലിന്യങ്ങളും, അശുദ്ധിയും, തകർച്ചകളും, രോഗങ്ങളും ഒക്കെ നമ്മളും ആ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ ആ അപ്പവും വീഞ്ഞും കൂദാശ വചനങ്ങളോട് യേശുവായി മാറുകയാണ്. യേശുവിന്റെ ശരീരവും രക്തവും ഒന്നായി ജീവിക്കുമ്പോൾ നമ്മൾ അവനിൽ അലിഞ്ഞു ചേരുകയാണ്. ഓർത്തു നോക്കി, അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തവുമായി മാറുമ്പോൾ നമ്മൾ കാഴ്ച വെച്ചതെല്ലാം അതിൽ ഉൾക്കൊള്ളുകയാണ്, അതിൽ ചേരുകയാണ്. അവിടെയാണ് നമ്മുടെ യേശുവിന്റെ ശരീരത്തിലെ മുറിവായി നമ്മുടെ രോഗങ്ങൾ മാറുകയാണ്. ഇവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ അത്ഭുതം ഫാത്തിമയിലും ലൂർദിലും ഒക്കെ നമ്മൾ സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, എല്ലാ കുർബാനകളും അത്ഭുതം നമ്മളെ വിശ്വാസക്കുറവ് കൊണ്ടാണ് പലപ്പോഴും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുവിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ സമാധാനം, വിശുദ്ധ കുർബാന സമാധാനം നിങ്ങളോടുകൂടി എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്കായി തരുന്നതല്ലേ. എന്തിൻ്റെ അവസാനം പറഞ്ഞതാ, വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു. മലങ്കര ലത്തീൻ കുർബാനിലെ, യാക്കോബ കുർബാനിലെ തീക്കട്ട നൽകപ്പെടുന്ന പറയുന്നത്. ഈ തീജ്വാല സ്നേഹത്തിന്റെ തീയാണ്. പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ തീ ഇല്ലെങ്കിൽ ഈ തീക്കട്ട നമ്മളെ ചാമ്പലാക്കി കളയും. നമ്മുടെ ഉള്ളിൽ നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ തീ ഇല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന തീ നമ്മളെ ദഹിപ്പിച്ചു കളയും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അല്ലേ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായർ 12:29 ഇന്നലെ നമ്മൾ കൂട്ടായ്മകൾ കേട്ട വചനം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ തീയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം കച്ചിത്തുരുമ്പോൾ കടലാസേഷനൊക്കെ ചാമ്പലാകുന്ന പോലെ തീയുമായിട്ട് ആളിക്കത്തും. എൻ്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ തീ ഉണ്ടെങ്കിൽ ഈ യേശുവിന്റെ ആത്മാവ് തീജ്വാല കടന്നു വരുമ്പോൾ ആളിക്കത്തുന്ന, എന്നിൽ ആളിക്കത്തുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവരിലേക്ക് ആളിക്കത്തും. കാട്ടുതീ പോലാണ്. ഈ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം ഒന്ന് കത്തി പടർന്നിരുന്നെങ്കിൽ, കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഉള്ളിൽ കത്തുന്ന തീജ്വാലയിൽ ചൂടുപിടിച്ച് എൻ്റെ ജീവിത പങ്കാളി എന്ന് തീ കത്തട്ടെ. അത് ഉള്ളിൽ കത്തുന്നുണ്ട്, പക്ഷേ തീക്കട്ടയാണ്, അത് ജ്വലിച്ച് പുറത്തേക്ക് കത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അടുത്തയാൾ തീ പിടിക്കാത്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മനോഭാവം, നമ്മുടെ കാഴ്ചപ്പാടൊന്നും അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ തക്കവണ്ണം ആയിട്ടില്ല. അവിടെയാണ് നമ്മുടെ സഹനം, ക്ഷമ, സ്നേഹം, ക്ഷമ, സഹനം. ഇത് മൂന്നും നമ്മളിലൂടെ തീജ്വാലയുടെ ആ നാവുകളാണ്. അത് പുറത്തേക്ക് ആളിക്കത്തുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവര് നമ്മളാപ്പാടെ ഈ മുഴുവനും ദേഷ്യവും മുൻകോപവും വാശിയും വൈരാഗ്യവും തൊട്ടാൽ പൊട്ടുന്ന, അല്ലേ? അതുപോലെയാണ് നമ്മളൊന്ന് പൊട്ടിത്തെറിക്കുന്ന ഏത് നിമിഷവും അതുപോലെയാണ് നമ്മളിരിക്കുന്നത്, അല്ലേ? ഞാനും നിങ്ങളൊക്കെ നമ്മളിലൂടെ ദൈവസ്നേഹം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇവരുടെ അടുത്ത് ഒന്നും രക്ഷയില്ല. ഇവരുടെ അങ്ങനെ അവർ പറഞ്ഞു, ഇവളല്ല വലിയ പ്രാർത്ഥനക്കാരിയല്ലേ, ഇവള് വലിയ പ്രാർത്ഥനക്കാരി, ഇവളുടെ അവരൊന്നും പറയുന്നില്ല, പക്ഷെ മനസ്സിലെങ്ങനെയാ, അല്ലേ? ഇങ്ങനെ വലിയ പ്രാർത്ഥനക്കാരാന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ നമ്മളിലൂടെ അവരിലേക്ക് ഒന്ന് ആളിക്കത്താൻ പോയിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് കത്തൽ പറയുള്ളവര്. അപ്പൊ ഇന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്. അതായത് ഹൃദയത്തിന്റെ കവാടങ്ങള് വിശുദ്ധ പാലിക്ക് നീതിനിഷ്ഠ ജനതകൾ പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. യേശുവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായി വാതിലുകൾ തുറന്നു കൊടുക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളം നമ്മളുടെ പ്രവൃത്തിയിലൂടെ, സങ്കീർത്തനം 24 നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്ന വചനമാണല്ലോ, കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? യുദ്ധവീരനും പ്രബലമായ യഹോവയായ കർത്താവ് തന്നെ. നമ്മുടെ ഹൃദയവാതിൽ മുട്ടുവിളിക്കുന്ന യേശുവിന് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുവാനായി നാം അനുവാദം കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക്, അതാണ് സങ്കീർത്തനം, എന്നാണ് യേശയ്യ പറഞ്ഞത്, ദേവാലയത്തിലേക്ക്, അല്ലെ നമ്മുടെ ഉള്ള ഒരു ആലയമായി, ദൈവം വസിക്കുന്ന ആലയമായി തീരട്ടെ, അല്ലെ? ഈശോ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയുടെ ഉള്ളിലൂടെ
ഈശോയുടെ ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ, വിശ്വസ്തത പാലിക്കുന്ന നിരീഷ്ടമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനം, സ്നേഹം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചാണ് ഇപ്പോഴും. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ സമാധാനമുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. അവിടെ സംരക്ഷണമുണ്ട്. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി അതിനെ നിലംപറ്റ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മതിക്കുന്നു. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്. അതായത് എളിമയുള്ളവർ. ഈശോ തന്നെ ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ കാഴ്ചയിട്ട് ഇരിക്കുന്നിടത്ത് പോയി ഇരുന്ന ഒരു ദിവസം അതുപോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ധനികരായിട്ടുള്ളവരൊക്കെ വലിയ തുക കൊണ്ട് സംഭാവന ചെയ്തത്തേക്ക് അന്ന് ഈശ്വര ഹൃദയത്തെ ഇളക്കിയില്ല. എന്നാൽ ദരിദ്രയായ ഒരു വിധവ, രണ്ട് കാര്യമാണ്, ദരിദ്രയാണ്, വിധവയാണ്. അവിടെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 2 ചെമ്പ് നാണയമാണ്. അവിടെ അതുകൊണ്ട് ആ ദേവാലയത്തിലിട്ട്. കാരണം എന്താ? ഇതുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല. ദൈവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അവൾക്കുള്ള ഏറ്റവും ഉള്ളത് മുഴുവൻ ദൈവത്തിലേക്ക് കൊടുക്കുമ്പോൾ ഈശോ പറയാണ്, ഇവളാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത്. കാരണം ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു മനോഭാവം പറയുന്നത് ദൈവമായ കർത്താവ് ദരിദ്രരുടെ അഗതികളുടെയും പാദങ്ങൾ ഈ ഭൂമിയിൽ തിന്മയെ ചവിട്ടി മതിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ ഈശോ ഓർപ്പിച്ചതാണ്. അവിടെ കഴിഞ്ഞ് വീണ്ടും ഓർപ്പിക്കണം, കരയുന്നവരെ ഇതൊക്കെയാണ് ഈശോ പറഞ്ഞത്, ആശ്വസിപ്പിക്കുക. നിങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളം ഈ കർത്താവിൻ്റെ ആലയമായി തീരാനായിട്ട് എളിമയും സ്നേഹവും കരുണയും ഒക്കെ നിറയ്ക്കാനായിട്ട് ഇപ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇന്ന് സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള ഒരു വചനമുണ്ടല്ലോ, അതിങ്ങനെയാണ്. സുവിശേഷത്തിന് മുമ്പുള്ള വചനം യെശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. അല്ല, ഞാനിപ്പോൾ പ്രായമൊന്നും ആയിട്ടില്ല, കുറേ പ്രായമൊക്കെ ആയിട്ട് ദൈവത്തെ വിളിക്കാമെന്ന് പറയരുത്. കാരണം എപ്പോഴാണ് നമ്മളുടെ ജീവിതം തീരുന്നെന്ന് അറിയില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നമ്മൾ യൗവനത്തിലെ തന്നെ സൃഷ്ടാവിനെ അറിയുക എന്നാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ യേശുവിന് ചേർന്ന ഒരു ഹൃദയം ഇന്ന് അതോട് ചേർന്നാണ്. ആദരം കൊണ്ട് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പ്രാർത്ഥന എണ്ണി ചൊല്ലി തീർക്കുന്നവരാണ് അല്ലേ. 50 നന്മ പറഞ്ഞല്ലേ, 10 നന്മ പറഞ്ഞാൽ തികഞ്ഞില്ല, വലിയ തീർന്നില്ല ഇനിയും ഉണ്ട് 2 കൂടെ എന്ന് പറയും. നമ്മുടെ വിചാരം ഈ 2 കൂടെ കിട്ടിയാലേ മാതാവിന് ആശ്വാസമുള്ളതെന്നാണ് നമ്മുടെ വിചാരം. ഇതിനുള്ളവർ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, അതാണ് ഈശോ പറഞ്ഞത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആദരം സംസാരിക്കേണ്ടത്. അതാണ് പ്രാർത്ഥന. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പാ എന്നൊരു കുഞ്ഞ് ഡാഡി എന്ന് വിളിക്കുന്നു, മമ്മി എന്ന് വിളിക്കുന്ന പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പാ എന്ന് വിളിക്കാൻ ആ ഒരു വിളിയാണ്. എത്ര വിളിച്ചു എന്നുള്ളതല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിളിയാണ് ദൈവം കേൾക്കുക. അന്ധനായ ബാർത്തമയൂസ്, ദാവീദിന്റെ പുത്ര യേശുവേ, ഹൃദയത്തിനുള്ള വിളിച്ചപ്പോൾ ആ വിളി കേട്ട് യേശു നിന്നു അവിടെ. നമ്മുടെ ഹൃദയത്തിന് വിളിക്കുമ്പോൾ സ്വർഗം താണിറങ്ങി വരും. കാരണം ദൈവം സ്വർഗത്തിലാണെങ്കിലും ദൈവത്തിന്റെ സ്നേഹമായ മക്കളായ നമ്മൾ മുഴുവനും ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ തമ്പടിച്ചിരിക്കുന്നത് യേശു. ഈ ഭൂമിയിലെ ഒരു ദേവാലയത്തിലെ ഏറ്റവും ചെറിയ പെട്ടിക്കുള്ളിൽ വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമുക്ക് തൊട്ടടുത്ത് നമ്മളെ കാത്തിരിക്കുന്ന, നമ്മുടെ ആത്മാവിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ, സമാധാനം നൽകാൻ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹമേ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എത്രയോ അടുത്ത് നമ്മുടെ കൂടെ ആയിരിക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ട് കളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 14:18 ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20 ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം, ആത്മാവിലുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഈശോ എന്ന് പറയാണ് സുവിശേഷത്തിൽ മത്തായി 7:21 കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഹൃദയമല്ലേ? ഇവിടെ ഇഷ്ടമൊക്കെ ഹൃദയത്തിലാണ്.
അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാണ് ദൈവരായിട്ട് പ്രവേശിക്കണമെന്ന് ഈശോ പറഞ്ഞത്. വീണ്ടും 24 തുടരുകയാണ്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്യും. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നേ. നമ്മൾ ഒരു വീട് നിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ മേലെ പാറമേൽ അനുസരിക്കുകയും ചെയ്യുന്ന പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട്, യേശു മൂലക്കല്ലായ അടിസ്ഥാനമിട്ട് നമ്മുടെ ജീവിതം പണിയുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ തകരുകയില്ല, നമ്മുടെ വിശ്വാസം പോകുകയില്ല. നമ്മുടെ അപകടത്തിലായിരിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം ഭയം അറിയുകയില്ല. നമ്മൾ പറയും, എൻ്റെ ദൈവമേ, ഞാൻ ഇതിലൂടെ എങ്ങനെയാണ് കടന്നു വന്നത്? പിന്നെ ചിന്തിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും വലിയൊരു അപകടത്തിലൂടെയാണല്ലോ കടന്നു വന്നത്, ഇത്രയും വലിയ രോഗത്തിലൂടെയാണല്ലോ കടന്നു വന്നത്. പിന്നീട് ചിന്തിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ ആരും അറിയില്ല. കാരണം എന്താ? അവൻ നമ്മളൊരു കോട്ടയ്ക്കുള്ളിൽ, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ സംരക്ഷിക്കുകയാണ് സമാധാനത്തോടെ. ഇത് വലിയൊരു മേഖലയാണ്. എൻ്റെ ഈ വചനങ്ങളിൽ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യ തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ല. മഴ പെയ്തു, വലിയ മഴയാണ്, വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, ഹരിക്കേനുണ്ടായി. അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മേലാണ് നമ്മുടെ ജീവിതം അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ സാത്താൻ എത്രമാത്രം ആഞ്ഞടിച്ചാലും വീഴത്തില്ല. കാരണം അത്രമാത്രം ആഴത്തിലാണല്ലോ. ചില കെട്ടിടങ്ങളൊക്കെ പണിയുന്നില്ലേ, മൻഹാട്ടനിലൊക്കെ ഉള്ള കെട്ടിടത്തിന്റെ കാര്യം പറയുമ്പോൾ പറയും മുകളിലേക്കുള്ളവർ അത്രയും തന്നെ താഴേക്കും കുഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡീറ്റെയിൽ ആയിട്ടൊന്നും, ഞാൻ സിവിൽ എഞ്ചിനീയറൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ യേശു ക്രിസ്തുവിൽ, യേശു എന്ന അടിസ്ഥാനം, ആശ അവനിലത്രേ. ഭൂമിയിലുള്ള ആശയിലാണെങ്കിൽ നമ്മൾ തകർന്നു വീഴും. യേശുവിൽ അടിസ്ഥാനപ്പെട്ട ആശ അവനിലാണെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അത് വീണ്. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത് ഫോഷിന് തുല്യനായിരിക്കും. മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പിന്നെയുള്ളവരെ, നമ്മുടെ ഹൃദയം അവനിൽ ഉറപ്പിക്കുവാനായിട്ടാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതെ, നമ്മുടെ ഉള്ളം ലോകത്തിലൊന്നിലൊരു ആശ്രയം വെക്കേണ്ടത് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.